പാലാ നഗരസഭയിൽ ദിയ ബിനു പുളിക്കക്കണ്ടം UDF ചെയർപേഴ്സൺ സ്ഥാനാർത്ഥി. പുളിക്കക്കണ്ടം കുടുംബത്തിന്റെ പിന്തുണ UDFനെന്ന് പ്രഖ്യാപനം. കോൺഗ്രസ് വിമത മായ രാഹുലാണ് വൈസ് ചെയർപേഴ്സൺ സ്ഥാനാർത്ഥി. പ്രായം വെറും നമ്പർ മാത്രമെന്നും ലക്ഷ്യം പാലാ വികസനമെന്നും ദിയ പുളിക്കക്കണ്ടം പറഞ്ഞു. ബിന്നിൽ ലീല സാബുവാണ് വിവരങ്ങളുമായി ചേരുന്നത്. ബിന്നിൽ, ഒടുവിൽ പുളിക്കക്കണ്ടം ഫാമിലി UDFനൊപ്പം നിന്നു. അഖില, അങ്ങനെ തന്നെയാണ്. കഴിഞ്ഞ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അതിന്റെ റിസൾട്ട് വന്നപ്പോൾ മുതൽ പറഞ്ഞുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ എല്ലാവരും ചോദിച്ചുകൊണ്ടിരുന്നത് പാലായിൽ എന്ത് ആര് ഭരിക്കുമെന്നാണ് ചോദിച്ചിരുന്നത്. ഇപ്പോൾ അതൊരു തീരുമാനമായിരിക്കുന്നു. പാലാ UDF ആയിരിക്കും ഭരിക്കുക. പുളിക്കക്കണ്ടം കുടുംബത്തിന്റെ പിന്തുണ, 3 സ്ഥാനാർത്ഥികളാണ്, അവരുടെ പിന്തുണയും അതോടൊപ്പം തന്നെ കോൺഗ്രസ് വിമതിയായിരുന്ന മായ രാഹുലിന്റെ പിന്തുണയും, അങ്ങനെ 4 പേരുടെ പിന്തുണ ഇപ്പോൾ UDF ലഭിച്ചിരിക്കുന്നു. അങ്ങനെയാണ് ഇപ്പോൾ ഇതിന്റെ മാസ്റ്റർ മൈൻഡ് എന്ന് പറയുന്നത് ഒരു പക്ഷേ ബിനു പുളിക്കക്കണ്ടം ആണ്, അല്ലെ? എന്ത് തോന്നുന്നു? ഇപ്പം UDF ഭരിക്കാൻ പോവുകയാണ്. നമുക്ക് വലിയ സന്തോഷം തോന്നുന്നു. മറ്റ് തർക്കങ്ങളോ ഒന്നുമില്ല. സോഷ്യൽ മീഡിയയിലൊക്കെ വന്ന പോലെ തർക്കങ്ങളെന്നൊക്കെ പറഞ്ഞത് കാര്യമുള്ള കാര്യമൊന്നും അല്ലായിരുന്നു. ഏതായാലും ഒരു ടീമായിട്ട് പാലായിൽ നയിക്കാൻ ഞങ്ങളെ ചുമതലപ്പെടുത്തിയതിൽ, ഞങ്ങൾ മീൻസ് മോളെ ചുമതലപ്പെടുത്തിയതിൽ വലിയ സന്തോഷം തോന്നുന്നു. ചെയർപേഴ്സൺ സ്ഥാനത്തിൽ എന്തെങ്കിലും ധാരണയായിട്ടുണ്ടോ? ഇത്ര വർഷത്തേക്കായിരിക്കും, അങ്ങനെ വല്ലതും ധാരണയായിട്ടുണ്ടോ? ഇത്തരം കാര്യങ്ങളൊന്നും ഒരു വിഷയമോ ചർച്ചയോ തർക്കങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ നാളത്തെ അജണ്ട എന്ന് പറഞ്ഞാൽ ചെയർപേഴ്സൺ വൈസ് ചെയർമാൻ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുക. അത് ഏകകണ്ഠമായിട്ട് തീരുമാനിച്ചു. ബാക്കി ഞങ്ങളൊരു അവകാശവാദങ്ങൾ ഉന്നയിച്ചിട്ടില്ല. ഇങ്ങോട്ടൊരു ഓഫർ UDFിൻ്റെ നേതൃത്വത്തിൽ വന്നിട്ടില്ല. ഏതായാലും അത് വളരെ സ്മൂത്തായിട്ട് കാര്യങ്ങൾ മുമ്പോട്ട് പോകും. ഇപ്പോൾ ചെറിയ പ്രായത്തിൽ വലിയ ഉത്തരവാദിത്വം വന്നിരിക്കുകയാണ്. എന്താണ് പാലായെക്കുറിച്ചുള്ള വിഷൻ? എന്താണ്? പാലയുടെ വികസനം തന്നെയാണ് എൻ്റെ വിഷൻ. അതിപ്പം ജനങ്ങളുടെ നന്മ, അതിപ്പം അവരുടെ ലൈഫ്സ് ഈസിയർ ആക്കുക, അവരുടെ ജീവിത നിലവാരം ഉയർത്തുക. അതിപ്പോൾ റോഡുകളിലൂടെ ആണെങ്കിലും ഹോസ്പിറ്റൽസിലൂടെ ആണെങ്കിലും തൊഴിലവസരങ്ങൾ ഉറപ്പുവരുത്തുന്നതിലൂടെ ആണെങ്കിലും എന്തായാലും അവരുടെ നന്മയ്ക്ക് വേണ്ടി തന്നെ പ്രവർത്തിക്കുക എന്നായിരിക്കും എൻ്റെ ഫസ്റ്റ് ഗോൾ. പ്രായം ഒരു നമ്പറാണ്, വികസനമാണ് ലക്ഷ്യം. ഉറപ്പായിട്ടും 21 വയസ്സുള്ളതെന്ന് പറയുന്നത് അതൊരു ജസ്റ്റ് ഒരു നമ്പറായിട്ട് മാത്രമേ കാണുന്നുള്ളൂ. നമുക്ക് എങ്ങനെ പ്രവർത്തിക്കാം, നമുക്കതിനുള്ള കെൽപ്പുണ്ടോ, അല്ലെങ്കിൽ നമുക്കതിനുള്ള ഉറപ്പായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അങ്ങനത്തെ അതാണ് ഞാൻ ഇപ്പം വിലയിരുത്തുന്നത്. അപ്പോൾ അത് നന്നായിട്ട്, അത് പിന്നെ എൻ്റെ ഒപ്പമുള്ളത് ഒത്തിരി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. എനിക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു തരാൻ പറ്റുന്ന ജനങ്ങളാണ്. ഇവരുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും സഹായവും സപ്പോർട്ടും ഉണ്ടെങ്കിൽ നല്ലൊരു ഇത് മുന്നോട്ടുണ്ടാകാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബിജു, ഈ പാലായുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും കേരള കോൺഗ്രസ് പ്രതിപക്ഷത്തിരിക്കുന്നത്. അതൊരു മധുര പ്രതികാരം കൂടിയാണ്. പ്രതികാരമായിട്ടൊന്നും വിലയിരുത്തേണ്ട കാര്യമില്ല. തീർച്ചയായിട്ടും ജനങ്ങൾ കൊടുത്ത ആ ഒരു പിന്തുണ തീർച്ചയായിട്ടും ഈ മുന്നണിക്ക്, ഞങ്ങളുടെ സ്വന്തം കൂട്ടായ്മയ്ക്കും ലഭിച്ചു. പിന്നെ ഒരു കാര്യം, ഞങ്ങളുടെ ഒരു വാശി കൊണ്ടോ ഒന്നുമല്ല ഇത്രയും ഈ ചർച്ചകൾ നീണ്ടുപോയത്. മുന്നണിക്കകത്തെ പ്രശ്നങ്ങൾ അവർ പരിഹരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. അതിൽ ഞങ്ങളൊരു ഭാഗമാക്കായി എന്ന് മാത്രമേ ഉള്ളൂ. എന്താണെങ്കിലും ഇപ്പോൾ ഇതെല്ലാം ഭംഗിയായി കലാശിച്ചിരിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടോടുകൂടി ദിയയ്ക്ക് ഈ ഭരണത്തെ നയിക്കാനായിട്ട് സാധിക്കുമെന്ന ഉറച്ച വിശ്വാസം. ഈ മായ രാഹുലുമായുള്ള ചർച്ചയ്ക്കാണോ, അതിനാണ് ഇത്രയും കാലം നീണ്ടുപോയത് കൊണ്ടാണോ? ഒരു വ്യക്തിയുടെ ഒന്നുമല്ല. തീർച്ചയായിട്ടും ഒരു മുന്നണിയാകുമ്പം അതിനകത്ത് എല്ലാ ഭാഗവും എല്ലാവരുടെയും വാക്കുകൾ കേൾക്കേണ്ടതായിട്ടുണ്ട്, അവരെ ബോധ്യപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അതുമാത്രമേ ഉള്ളൂ. അല്ലാതെ ഇത് ആരുടെയും കടുംപിടുത്തമായിട്ടൊന്നും സംഭവിച്ചതല്ല. അഖില, അങ്ങനെയാണ് ഇപ്പോൾ UDFന് തീരുമാനമായിരിക്കുന്നു. നാളെയാണ് ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പ്. അതിൽ ദിയ മത്സരിക്കും. അതോടൊപ്പം വൈസ് ചെയർപേഴ്സണായി സ്വാതന്ത്ര്യത്തിന് ജയിച്ച മായ രാഹുലായിരിക്കും മത്സരിക്കുക. കോൺഗ്രസ് പറയുന്നത് ഒറ്റക്കെട്ടായ തീരുമാനമായിരുന്നു, അതിലൊരു തർക്കമോ മറ്റ് പ്രശ്നമോ ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. എന്തായാലും പാലായിൽ ഒരു പര്യവസാനമായിരിക്കുന്നു. നാളെയാണ് തെരഞ്ഞെടുപ്പ് നടക്കുക. അഖില, ബിന്നിൽ ലീല സാബുവാണ് വിവരങ്ങൾ നൽകിയത്.